ഈ അടുത്ത ദിവസങ്ങളിൽ ചിലർ എന്നെ വിളിച്ച് ചില സംശയങ്ങൾ ചോദിക്കുന്നത്, അവർക്ക് സ്വപ്ന ദർശനത്തിൽ അവരോട് ചില ശക്തികൾ ഇടപെടുന്നു, ചില രൂപത്തിലൊക്കെ വന്ന് അവരോട് സംസാരിക്കുന്നു. മരിച്ചുപോയ ആത്മാക്കൾ, അച്ഛൻ, അപ്പൂപ്പൻ, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ പിതൃക്കൾ, മരിച്ചുപോയവർ ചിലർ വന്ന് സംസാരിക്കുന്നു. ഇതൊക്കെ അവർക്ക് അറിയാനും കേൾക്കാനും പറ്റുന്നുണ്ട്. ഇത് എന്റെ മെസ്സേജ് കേട്ടതിന് ശേഷം വന്ന ഒരു കഴിവല്ല. പലർക്കും എന്റെ മെസ്സേജ് ഒക്കെ കേൾക്കുന്നതിന് മുന്നമേ ഇമാതിരിയുള്ള കഴിവുകളുണ്ട്. പക്ഷെ ഈ അടുത്ത ദിവസങ്ങളിൽ അവരുടെ അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഈ ആത്മാക്കൾ അല്ലെങ്കിൽ ഈ ശക്തികൾ അവരോട് സംസാരിക്കുന്നത്, നിങ്ങൾ വഴിതെറ്റി പോകരുത്, നിങ്ങളെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് കുടുംബ ദേവതയാണ്, അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിലെ ഇന്ന ശക്തിയാണ്, പാരമ്പര്യമായി അതാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കരുത്. ഇങ്ങനെയൊക്കെ ശക്തമായ രീതിയിൽ ഇൻഫർമേഷൻസ് ഒക്കെ പലർക്കും കിട്ടുന്നുണ്ട്. അപ്പൊ അവരെന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്, അപ്പൊ നമ്മൾ അവരെ ആശ്രയിക്കണ്ടേ, ഇല്ലെങ്കിൽ അവരെ അല്ലേ നമ്മൾ അനുസരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് വെച്ച് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ മുൻ മെസ്സേജിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞുതരാം. നമ്മളെ പരിപാലിക്കുന്നതും നമ്മളെ നിയന്ത്രിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ചില അദൃശ്യ ശക്തികളാണ്. അതിൽ മാറ്റമൊന്നുമില്ല. നമ്മളെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഒരു ചെറിയ ഒരു ശക്തിയുണ്ട്. നമ്മളെ ദേശത്തെ നിയന്ത്രിക്കുന്ന കുറച്ചുകൂടെ സുപ്പീരിയർ ഉണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്തെ നിയന്ത്രിക്കാൻ കുറച്ചും കൂടെ സുപ്പീരിയർ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പദവികൾ സുപ്പീരിയർ ആയിട്ടുള്ള അദൃശ്യ ശക്തികളുണ്ട്. അതേപോലെ നമ്മുടെ ഭൂമിയെ നിയന്ത്രിക്കാൻ ഒരു സുപ്പീരിയർ ശക്തിയുണ്ട്. അതേപോലെ നമ്മുടെ സൗരയൂഥത്തെ നിയന്ത്രിക്കാൻ ഒരു സുപ്പീരിയർ ശക്തിയുണ്ട്. അതാണ് നമ്മുടെ സൂര്യനിലുള്ള ആ അദൃശ്യ ശക്തി. അപ്പൊ ഇങ്ങനെ ചെറുത് മുതൽ അങ്ങ് വലുത് വരെ പല പല സെക്ഷൻസ് ആയിട്ട് സുപ്പീരിയർ പവേഴ്സ് ഉണ്ട്. ഇതെല്ലാം മറ്റ് ഡയമെൻഷനിലുള്ളതാണ്. ഈ മറ്റ് ഡയമെൻഷനിലുള്ള അതേ സിസ്റ്റം തന്നെയാണ് പണ്ട് ദൈവം മനുഷ്യൻ എന്ന് പറയുന്ന 3 ഡയമെൻഷനിലുള്ളവർക്കും ഈ സിസ്റ്റം കൊടുത്തത്. മൃഗങ്ങളിലും ഇതേ സിസ്റ്റം ഉണ്ട്. ഓരോ ദേശം ഭരിക്കാനും ഓരോ സ്ഥലം കൈകയറി വെക്കാനൊക്കെ ഓരോ മൃഗങ്ങൾക്ക് അവകാശങ്ങളുണ്ട്. സിംഹവും പുലിയൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇതേപോലെ 3 ഡയമെൻഷനിലെ മനുഷ്യനും ഇതേപോലുള്ള ഒരു സിസ്റ്റംസ് ഉണ്ട്. ഇത് പണ്ട് മുതലേ കൊടുത്തൊരു സിസ്റ്റമാണ്. അത് ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മന്ത്രി അല്ലെങ്കിൽ രാജാവ്, അതിന്റെ കീഴെ പല പല സെക്ഷൻസ്. അതേപോലെ മറ്റ് അദൃശ്യ ശക്തികളും നമ്മളെയൊക്കെ പരിപാലിക്കുന്നതെല്ലാം ഓരോരോ സെക്ഷനാണ്. അപ്പൊ ഏറ്റവും ചെറിയ ശക്തികളാണ് നമ്മുടെ കുടുംബത്തെ അതായത് നമ്മുടെ പാരമ്പര്യമായി നമ്മളെ കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ട് പോകണം. ചിലപ്പോൾ ഇത് നമ്മുടെ പാരമ്പര്യത്തിലുള്ള ഏതെങ്കിലും പിതൃക്കളായിട്ടുള്ള ദൈവമായിട്ട് വളരെ ബന്ധമുണ്ടായിരുന്ന ഏതെങ്കിലും മരിച്ചുപോയ ആത്മാക്കളായിരിക്കും. അവർ നമ്മുടെ കുടുംബത്തെ പരിപാലിക്കുന്ന ജോലി അവർക്ക് കൊടുക്കും. അപ്പൊ അവർക്ക് അതിനപ്പുറത്തോട്ടുള്ള വലിയ പവേഴ്സ് ഒന്നുമില്ല. നമ്മുടെ കുടുംബത്തെ നിമിത്തങ്ങൾ കൊണ്ടും ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ കുടുംബത്തിലുള്ളവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനും ചില ഇൻഫർമേഷൻസ് കൊടുക്കാനും നിമിത്തങ്ങളിലൂടെ ചില സാഹചര്യങ്ങൾ ഒരുക്കി അവരെ സഹായിക്കാനും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ജോലികൾ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന ഈ ചെറിയ ശക്തികൾക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ ഏതെങ്കിലും ചെറിയ അദൃശ്യ ശക്തികളായിരിക്കും, ഇല്ലെങ്കിൽ മരിച്ചുപോയ നമ്മുടെ പാരമ്പര്യത്തിൽ ദൈവമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനായി വന്ന നല്ല ഭക്തിയുള്ള ഏതെങ്കിലും ഒരു ആത്മാവായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടും. ഇതൊക്കെ ഉണ്ട്. ഇനി ആ കുടുംബങ്ങളെയെല്ലാം കുറെ കുടുംബങ്ങളെല്ലാം സംരക്ഷിക്കുന്ന ഒരു സുപ്പീരിയർ ശക്തിയുണ്ട്. ഇനി ആ ഒരു ചെറിയ ദേശത്തെ സംരക്ഷിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റും ഈ അമ്പലങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ മുസ്ലിംസിന്റെ ലെവലിൽ നോക്കിയാലും ഓരോ ദേശത്തെ സംരക്ഷിക്കുന്നത് അതാത് മുസ്ലിം മതത്തിൽ നിന്നും കൊണ്ട് ദൈവമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു മരിച്ചുപോയ ആ ഒരു വിശുദ്ധ ആത്മാവാണ് ആ ഒരു ദേശത്തെ സംരക്ഷിക്കാനായിട്ട് ദൈവം ചില ജോലികൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവം നേരിട്ടല്ല ഏൽപ്പിക്കുന്നത്, ചില അദൃശ്യ ശക്തികളിലൂടെ ചില മലക്കുകളിലൂടെയൊക്കെ ഇവർക്ക് ആ ഡ്യൂട്ടി കിട്ടും. അപ്പൊ അവർ ആ ദേശത്തെ സംരക്ഷിക്കും. ഇതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ അവരെ വിശ്വസിക്കുന്നവർക്ക് അവർക്ക് സംരക്ഷിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ പിന്നിലെ സിസ്റ്റം. അപ്പൊ ഇതില് പല വ്യക്തികൾക്കും ഇപ്പോഴും സംശയമുണ്ട്. നമുക്ക് ഇൻഫർമേഷൻ തരുന്നതെല്ലാം സൃഷ്ടാവ ദൈവം എന്നോട് ഇടപെട്ടു, സൃഷ്ടാവ ദൈവം അല്ലെങ്കിൽ എന്നെ പരിപാലിക്കുന്നു. സൃഷ്ടാവ ദൈവമാണ് പരിപാലിപ്പിക്കണമെങ്കിലും നമ്മളെ ആ ദൈവം നേരിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ആത്മീയ വളർച്ച അനുസരിച്ച് നമുക്ക് ഓരോ ഗുരുക്കന്മാരെ തരും. ഇത് ആദ്യം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മള്
ഇപ്പോൾ ഈ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് 5ാം ക്ലാസ്സിൽ നമ്മളെ പഠിപ്പിക്കാൻ യോഗ്യനായ സാർമാരായിരിക്കും. 10ാം ക്ലാസ്സിൽ ഇതേ സാർമാരായിരിക്കില്ല. അതുപോലെ പ്ലസ് ടുവിനോ ഡിഗ്രിക്കോ ഒക്കെ പഠിക്കുമ്പോൾ വേറെ സാർമാരായിരിക്കും. നമ്മൾ എത്രത്തോളം വളരുന്നു അതനുസരിച്ച് നമ്മളെ സഹായിക്കുന്ന അദൃശ്യ ശക്തികൾ മാറി മാറി വരും. അതിൽ മാറ്റമൊന്നുമില്ല. അധ്യാപകർ പലരും ഉണ്ട്, അവർ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ പ്രിൻസിപ്പൾ, ആ കോളേജിൽ പഠിക്കുന്ന പ്രിൻസിപ്പൾ സെയിം ആയിരിക്കാം. അതായത് നമ്മുടെ സുപ്പീരിയർ, ആ ദൂതൻ അല്ലെങ്കിൽ ആ ഒരു ദേവൻ സെയിം ആയിരിക്കും. പക്ഷെ നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകരായി വരുന്ന കൊച്ചു കൊച്ചു ദേവന്മാർ അല്ലെങ്കിൽ മാലാഖമാർ അല്ലെങ്കിൽ മറ്റ് അദൃശ്യ ശക്തികൾ വ്യത്യസ്തമായിരിക്കും, പലതായിരിക്കും. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മളെ പഠിപ്പിക്കുന്നത് അതാത് രീതിയിലായിരിക്കും. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ നില അമ്പലത്തിലൊക്കെ പോവുകയും പള്ളിയിലൊക്കെ പോവുകയും അങ്ങനത്തെ ഒരു ഭക്തി ലെവലിലാണ് നമ്മുടെ ആത്മാവ് വളർന്നു നിൽക്കുന്നെങ്കിൽ അതേ കാഴ്ചകൾ കാണിച്ചു തന്നും അതിലൂടെ നമ്മളെ കുറച്ച് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചില അധ്യാപകർ, ചില ശക്തികൾ നമുക്ക് ആ രീതിയിൽ ദർശനങ്ങളും കാര്യങ്ങളും കാണിച്ചു തരും. ഒരിക്കലും അമ്പലത്തിലൊക്കെ പോയി നിൽക്കുന്ന ഒരു വ്യക്തിക്ക്, അവിടെ ഭക്തിയിൽ നിൽക്കുന്ന വ്യക്തിക്ക് സൃഷ്ടാവ് ദൈവത്തെ കുറിച്ച് കേട്ട് കഴിയുമ്പോൾ ഇതിലെല്ലാം പാടെ ഉപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും ഹൈ തലത്തിലുള്ള ദർശനങ്ങളൊന്നും ചാടിക്കയറി വരൂല. അങ്ങനെ ആരും പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ അറിവ് ഏറ്റവും വലിയ അറിവ് വരെ കിട്ടിയെങ്കിൽ പോലും നിങ്ങളുടെ ആത്മാവ് അത്രയും പഠിച്ച് വന്നിട്ടില്ല. എന്റെ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറഞ്ഞതുപോലെ ആത്മാവ് ഒരുപാട് പഠിക്കാൻ കാണും. പക്ഷെ ആത്മാവിന് കുറെ കാര്യങ്ങൾ അറിയാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം പഠിച്ചു വെച്ച കാര്യങ്ങൾ പോലും ആത്മാവിന് നിങ്ങളിലൂടെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് പലരും ഇപ്പൊ നിൽക്കുന്നത്. കാരണം ആത്മാവ് കഴിഞ്ഞ ജന്മങ്ങളിലൂടെ പലതും പഠിച്ചിട്ടുണ്ട്, പഠിച്ചത് പോലും ഇപ്പൊ പാലിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് എന്റെ മെസ്സേജിലൂടെയൊക്കെ പുതിയ കാര്യങ്ങളും കൂടെയൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ആത്മാവിന് ആകെ ഒരു വെപ്രാളമായിരിക്കും ഇനി വലിയ വലിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി. പക്ഷെ അതിന് സമയമെടുക്കും. അപ്പൊ ഈ സമയത്തിന് മുന്നമേ നമുക്ക് ഈ ഒരു ലെവൽ കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ദർശനങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് വന്നു തുടങ്ങുമ്പോൾ ഈ അദൃശ്യ ശക്തികളും അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഈ ആത്മാവായി നിൽക്കുന്ന അവരൊക്കെ നമ്മളെ ഇടപെടും. അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ ഇടപെടുമ്പോൾ അതിന്റെ അകത്തും ഈ ആസുരിക ശക്തികളുടെ കളികൾ കളിക്കും. അവരുടെ വ്യാജ പരിപാടിയും ഇതിന്റെ ഇടയിലുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന, അല്ലെ നമുക്ക് ദർശനങ്ങളോ അല്ലെ കാഴ്ചകളോ തരുന്ന, അല്ലെ നമ്മളോട് സംസാരിക്കാൻ വരുന്നവർ നമ്മളെ അധ്യാപകരാണ്, ഗുരുക്കന്മാരാണ്. അവർ എന്തിനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? പടിപടിയായി 5ാം ക്ലാസ്സിലെ സാറ് വന്നിട്ട് നമ്മളെ 6ാം ക്ലാസ്സിലത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. 6ലെത്തുമ്പോൾ 6ാം ക്ലാസ്സിലെ അധ്യാപകൻ 7ലേക്ക് എത്തിക്കും. ഇങ്ങനെ നമ്മളെ അവസാനം സൃഷ്ടാവാൻ ദൈവത്തിലേക്ക് ആണ് അവസാനം നമ്മൾ എത്തിച്ചു കൊണ്ടുപോവേണ്ടത്. ഇതാണ് ലക്ഷ്യം. എല്ലാ ആത്മാക്കളുടെ ലക്ഷ്യം ഏറ്റവും ഹൈ ആ മോക്ഷത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് അവർ തരേണ്ടത്. പക്ഷെ ചില ശക്തികൾ ഇവരോട് സംസാരിച്ചിട്ട് അവരോട് പറയുന്നത്, പലരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മളെ നീ ഉപേക്ഷിച്ചാൽ, അല്ലെ ഇന്ന അമ്പലത്തെ, അല്ലെ ഇന്ന കാവിലെ, അല്ലെ ആ ദേവതയെ, അല്ലെ ദേവനെ നീ ഉപേക്ഷിച്ചാൽ നിന്നെ കുടുംബത്തോടുകൂടി നശിപ്പിച്ചു കളയും, അല്ലെ നിന്റെ മക്കളെ ഞാൻ നശിപ്പിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതായിട്ടും ചില ദർശനങ്ങൾ പലർക്കും കിട്ടുന്നുണ്ട്. ഇത് ഒരിക്കലും ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികളല്ല എന്ന് മനസ്സിലാക്കണം. നിങ്ങളെ കബളിപ്പിച്ച് കുടുംബപരമായി ഞങ്ങളാണ് നോക്കുന്നത് എന്ന രീതിയിൽ നമ്മളെ പ്രലോഭിപ്പിച്ച്, അല്ലെങ്കിൽ പാരമ്പര്യത്തെ എപ്പോഴോ നമ്മളെ പേടിപ്പിച്ചോ പ്രലോഭിപ്പിച്ചോ അവരുടെ നിയന്ത്രണത്തിലാക്കി ഇട്ടിരിക്കുന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ദർശനത്തിലൊക്കെ ഈ രീതിയിൽ ഭീഷണി, അല്ലെ ബ്ലാക്ക്മെയിൽ രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്ന ലെവലിലേക്ക് വരുന്നത്. ഒരിക്കലും ഇപ്പം നമ്മൾ വിചാരിക്കും ദൈവത്തിന്റെ നെഗറ്റീവ് ഭാഗത്തിലുള്ള ശക്തികളുണ്ടല്ലോ, ദൈവത്തിന്റെ നെഗറ്റീവ് ഭാഗത്തുള്ള ശക്തികളാണെങ്കിലും അവർ നെഗറ്റീവ് ശക്തികൾ, അല്ലെങ്കിൽ ശിക്ഷിച്ച് പഠിപ്പിക്കുന്ന ദേവന്മാരാണെങ്കിൽ പോലും അവരും ദൈവത്തിന്റെ പോസിറ്റീവ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം അവർ ദൈവത്തിന്റെ നിയന്ത്രണം, അല്ലെങ്കിൽ അവരുടെ സുപ്പീരിയർ നിയന്ത്രിക്കുന്ന ആ ദൈവത്തിന്റെ വ്യവസ്ഥയിൽ മാത്രമേ അവരിതെല്ലാം ചെയ്യുള്ളൂ. ഒരിക്കലും ബ്ലാക്ക്മെയിൽ ചെയ്ത് ഭീഷണിപ്പെടുത്തിയത് നിങ്ങളെ അങ്ങോട്ട് നേടാൻ ശ്രമിക്കൂല. ഇപ്പൊ നമ്മളൊരു കൊള്ള സംഘത്തിൽ ജോലി ചെയ്യുന്നു, നമ്മളൊരു സുപ്രഭാതത്തിൽ എനിക്ക് ഈ ജോലി ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ഇതെല്ലാം മതിയാക്കി, എനിക്ക് മാനസാന്തരം വരുന്നു, അല്ലെങ്കിൽ പശ്ചാത്താപം തോന്നുന്നു, എനിക്ക് കള്ളക്കടത്തും മയക്കുമരുന്നും ഇതിലൊന്നും ബിസിനസ്സിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ അവർ നമ്മളെ ഭീഷണിപ്പെടുത്തി നീ പിരിഞ്ഞു പോയാൽ നിന്നെ കുടുംബത്തോടി നശിപ്പിച്ചു കളയും, നിന്നെ കൊന്നുകളെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിരട്ടി നിർത്തുന്നുണ്ടെങ്കിൽ ആ സംഘം ഒരിക്കലും പോസിറ്റീവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരൊക്കെ പോസിറ്റീവ് ആൾക്കാരാണ് എന്ന് നമ്മൾ പറയൂ ഇല്ല. അതേസമയം നമ്മളൊരു പട്ടാളത്തിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ പോലീസിൽ ജോലി ചെയ്യുന്നു, നമുക്ക് ജോലി മതിയായി, എനിക്ക് റിട്ടയർമെന്റ് വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയാൽ നീ ഈ ജോലി ഉപേക്ഷിച്ച് പോയാൽ നിന്നെ നമ്മൾ കുടുംബത്തോടെ കൊന്നുകളെ എന്നൊന്നും ആരും ഭീഷണിപ്പെടുത്തൂല. കാരണം ഇത് നമ്മുടെ ചോയ്സാണ്, നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഏത് വേണം. പക്ഷെ നമ്മളെ ചോയ്സിലേക്ക് നമ്മളെ ആ സെലക്ട് ചെയ്യാൻ സമ്മതിക്കാതെ ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക്മെയിൽ ചെയ്തും ഇതിലോട്ട് തന്നെ പിടിച്ചിടണമെങ്കിൽ
അത് ഒരിക്കലും ദൈവത്തിന്റെ പോസിറ്റീവ് വശത്ത് നിൽക്കുന്ന ഒരു ശക്തികളുമല്ല, നെഗറ്റീവ് അല്ല, പോസിറ്റീവ് അല്ല. ഇത് ഏതോ ആസുരിക പൈശാചിക ശക്തികൾ വിഗ്രഹത്തിലൂടെയും രൂപങ്ങളിലൂടെയൊക്കെ നമ്മളെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മാറ്റമൊന്നുമില്ല. ഇവര് തന്നെയാണ് നമ്മുടെ പാരമ്പര്യമായിട്ട് പല കാര്യങ്ങളും ചെയ്തു തന്നുകൊണ്ടിരുന്നത്. എന്തിനു വേണ്ടി? നമ്മളെ ആത്മാക്കളെ അവർക്ക് കൊണ്ടുപോയി. ഇതൊരു ഊർജ്ജമാണല്ലോ. നമ്മൾ ആത്മാവെന്ന് പറയുന്നത് ഒരു മനസ്സെന്ന് പറയുന്നത് ഒരു പവർ, ഒരു ഊർജ്ജമാണ്. ഇതിനെ അവര് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവര് നമുക്ക് ഇതെല്ലാം തന്ന് സഹായിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മുടെ ഈ അറിവ് എവിടെ കിട്ടി? സൃഷ്ടാവ ദൈവത്തെ കിട്ടി, ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികളെ കുറിച്ച് കിട്ടി. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ദൈവത്തിലോട്ട് അല്ലെങ്കിൽ ആ പോസിറ്റീവിലോട്ട് പോയാൽ മതി എന്നൊരു മനസ്സ് മാറ്റം വരുമ്പോഴാണ് ഈവിധ ശക്തികൾ നമ്മളെ ഭീഷണിപ്പെടുത്താനും ബ്ലാക്ക്മെയിൽ ചെയ്യാനും വരുന്നത്. ഇതൊക്കെ ഒരുപാട് ഒരു 15-20 വർഷത്തിന് മുമ്പൊക്കെ പല ശക്തികളും പല രീതിയിൽ എന്നെ പല രീതിയിൽ വിരട്ടിയിട്ടുണ്ട്. പക്ഷെ വിരട്ടുമ്പോൾ നമ്മൾ ആദ്യം പേടിക്കും, നമ്മൾ അതിലോട്ട് തന്നെ പോകാൻ ശ്രമിക്കും. പക്ഷെ നമ്മുടെ മനസ്സ്, നമ്മളെ ആത്മാവ്, എന്റെ ആത്മാവ് എന്നെ അതിൽ നിന്നൊക്കെ വിലക്കി പുറകോട്ട് പിടിച്ച് രക്ഷിച്ചു കൊണ്ടുവരുമായിരുന്നു. കാരണം നമ്മൾ അങ്ങോട്ട് പിടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വിരട്ടും ഭീഷണിയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ലെവലിലേക്ക് നമ്മൾ വളർന്നു വരാത്ത ബോധ മനസ്സിന് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. ഉപബോധ മനസ്സ് സ്ട്രോങ് ആയിരിക്കും. കാരണം നമ്മൾ ആത്മാവിന് സ്ട്രോങ് ആയിരിക്കും. ആത്മാവിന് സൃഷ്ടാവധീയത്തിൽ എത്തിയാൽ മതി എന്നുള്ള ഒരു ദൃഢ ആഗ്രഹം കാണും. പക്ഷെ നമ്മൾ ബോധ മനസ്സുണ്ടല്ലോ, നമ്മളെ ഭൂമിയിൽ നമ്മളെ കണ്ട് അപ്പുറവും ഇപ്പുറവും കണ്ട് വളർന്ന ആ മനസ്സിന് ഒട്ടും ബലം കാണൂല. പക്ഷെ ആത്മാവ് സ്ട്രോങ് ആയതുകൊണ്ട് നമ്മൾ അതിലോട്ട് വിടൂല, നമ്മൾ അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല. എങ്കിലും നമുക്കൊരു പേടി കാണും. അപ്പൊ ഈ പേടി കാരണമാണ് പലരും അടുത്ത് ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നു, പക്ഷെ എനിക്ക് ആഗ്രഹം സൃഷ്ടാവ ദൈവത്തിലേക്ക് എത്തേണ്ടതാണ്. പക്ഷെ എന്റെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ജ്യോത്സ്യരെടുത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ള പ്രശ്ന പരിഹാരത്തിന് അങ്ങനെയൊക്കെ പോകുമ്പോൾ ചിലർ തുള്ളിയൊക്കെ പറയുന്ന ചില ശക്തികളുണ്ടല്ലോ. അതൊക്കെ ശക്തികൾ തന്നെയാണ്. അവർ തുള്ളി സംസാരിച്ച് നമ്മുടെ ഭാവി ഭൂതവും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ അവർ പറയാനുള്ള കഴിവൊക്കെ അവർക്കുണ്ട്. പക്ഷെ അവർ പറയുമ്പോൾ നീ ഞങ്ങളെ ഉപേക്ഷിച്ച് പോകരുത്, നീ വഴിതെറ്റി പോകുന്നു, നീ വഴി മാറിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വിരട്ടുന്നതായിട്ട് ചിലർ പറയുന്നുണ്ട്. പക്ഷെ ഈ വഴിതെറ്റി പോകുന്നു, വഴിമാറി പോകുന്നു എന്ന് ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ഇവരുടെയൊക്കെ സൃഷ്ടിച്ച ആ പരമാത്മാവിനോടത്തല്ലേ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ വഴിമാറി പോകുന്നു എന്ന് പറയാൻ പറ്റും? അപ്പൊ വഴിമാറി പോകുന്നു എന്ന് പറഞ്ഞ് നമ്മളെ വിരട്ടുന്നത് ഒരിക്കലും ആ പരമാത്മാവിന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ആശ്രയിച്ച് നിൽക്കുന്ന ശക്തികളല്ല, അതിൽ നിന്നും ജനിച്ച് തലതിരിഞ്ഞ് തെറ്റി നിൽക്കുന്ന അസുര ശക്തികളാണ് എന്ന സത്യം തിരിച്ചറിയണം. അതുകൊണ്ടാണ് അവർ സ്വതന്ത്രമായി വളരാൻ വേണ്ടി നമ്മളെ ആത്മാവിനെ നേടാൻ വേണ്ടി വിരട്ടി ഭീഷണിപ്പെടുത്തുന്നത്. അപ്പൊ ഈ വിധ സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. പിന്നെ വേറൊരു വശം എന്റെ പുറകിലുണ്ടെന്ന് വെച്ചാൽ, ഇപ്പൊ ഇതും നമ്മുടെ ചോയ്സ് ആണ്. ഇപ്പൊ നമുക്ക് എന്റെ കുടുംബ ദേവത ഇതിപ്പോ നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മളെ കാര്യങ്ങളൊക്കെ സഹായിച്ചു തരുന്നതുകൊണ്ട് സൃഷ്ടാവാൻ ദൈവത്തിലോട്ട് എനിക്ക് വേണ്ട, എനിക്ക് ഇതിലും പോയാൽ പോരെ എന്ന് നിങ്ങൾ പലരും അതും ചോദിക്കുന്നുണ്ട്. അതിലോട്ട് തന്നെ പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അത് പോരെ എന്ന് മതി. പക്ഷെ ഒരിക്കലും നിങ്ങൾ മരണശേഷം നിങ്ങൾ ആത്മാവ് ശരീരം വിട്ടിട്ട് പിന്നെ ദൈവത്തോട് കരഞ്ഞു വിളിച്ച് നിരാശ പറയരുത്. കാരണം അറിവില്ലാതെ അതിന്റെ പിറകെ പോയി പറ്റിപ്പോയത് കൊണ്ടാണ് പിന്നെ കരഞ്ഞു വിളിച്ച് പലരും വീണ്ടും ജന്മമെടുത്ത് ഭൂമിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഭൂമിയിൽ വെച്ച് ഈ അറിവാരും തരുന്നില്ല. മരണശേഷം ആത്മാവ് അയ്യോ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് അടുത്ത ജന്മം ചോദിച്ച് പിന്നെ വരെയും. കാര്യം ദൈവം വിചാരിച്ചാണ് എന്റെയൊക്കെ പുറകെ പോകുന്നത്. പക്ഷെ ഈ ജന്മത്ത് ദൈവം എന്ത് ചെയ്യുന്ന വെച്ചാൽ സകലർക്കും ഈ അറിവ് കൊടുക്കുകയാണ്, ഈ വിധ സത്യങ്ങൾ അറിയിക്കുകയാണ്. അപ്പൊ അറിഞ്ഞിട്ട് പിന്നെ പോകുമ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഇനി അറിയാതെ ഇത്രനാൾ അബദ്ധം പറ്റിപ്പോയി എന്ന് ഇനി ആരും പറയരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ഇത് നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പൊ തന്നെ ചിലർ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞ് യേശുവിനെ ദൈവമായി സങ്കല്പിച്ച് ആ യേശുവിനെ മാത്രം വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ കുഴപ്പമൊന്നുമില്ല. ഒരിക്കലും എനിക്ക് യേശു വേണ്ട, എനിക്ക് എന്റെ പരദൈവങ്ങൾ അല്ലെ എന്റെ കുടുംബ ദൈവങ്ങൾ മതി എന്നൊക്കെ പറഞ്ഞ് യേശു ഉടനെ അടുത്ത വെളിപാടി വന്നിട്ട് മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നോളാം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കുടുംബത്തോട് നശിപ്പിച്ച് കളയുന്നു യേശു പറയില്ല. കാരണം അതൊക്കെ പോസിറ്റീവ് ശക്തികളാണ്. അതേപോലെ കൃഷ്ണനും വന്ന് നിങ്ങളെ വിരട്ടി ഭീഷണിപ്പെടുത്തിയൊന്നുമില്ല. കൃഷ്ണന്റെ രൂപത്തിൽ വന്ന് പലരോടും സംസാരിക്കുന്ന പലരും അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പോസിറ്റീവായിട്ടും ദൈവത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരിക്കലും നീ മര്യാദയ്ക്ക് എന്നെ പ്രാർത്ഥിച്ചില്ലെന്നുണ്ടെങ്കിൽ നിന്നെ തട്ടിക്കളയും എന്നൊന്നും കൃഷ്ണന്റെ ശക്തി ഒന്നും പറയൂല. അതൊക്കെ പോസിറ്റീവ് ശക്തികളാണ്. അപ്പൊ ഇത് നിങ്ങൾ അത് തിരിച്ചറിയണം. അപ്പം പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് മതി എന്ന് തീരുമാനിച്ച് നിങ്ങൾ നിങ്ങളെ വിരട്ടിയ ശക്തിയുടെ പിറകെ പോയി എന്ന് പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ ആത്മാവിനെ അവർ കൊണ്ടുപോയിരിക്കും. കാരണം അവർക്ക് ഈ ആത്മാവിനെ കിട്ടാനല്ലേ ഇത്രയും നാളും നിങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കിയും വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും നിങ്ങളെ കുടുംബത്തേക്ക് പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അവസാനം നിങ്ങളല്ലാതെ കൈവിട്ട് പോകുമെന്നുള്ളത് വരുമ്പോൾ അവർക്ക് നഷ്ടം വരാതിരിക്കാനാണ് അവർ വന്ന് വിരട്ടണം പിന്നെ ഭീഷണിപ്പെടുത്തുന്നത്. പക്ഷെ നിങ്ങൾ അതിന്റെ പിറകെ പോകുള്ളൂ, നിങ്ങളെ ആത്മാവ് അങ്ങോട്ടേ പോകുള്ളൂ എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ വിധ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇത് അവരവരുടെ ഇഷ്ടമാണ്, അത് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. പക്ഷെ ഈ സത്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.